മലയാളികൾ കൂടുതൽ പേരും അഭ്രപാളികളിൽ മാത്രം കണ്ടിട്ടുള്ള, എന്നാൽ ശരിക്കും നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വീടുണ്ട് ഒറ്റപ്പാലത്ത്. അതാണ് വരിക്കാശ്ശേരി മന. മനിശ്ശേരി സെന്ററിൽ നിന്നും തെക്ക് വശത്തേക്കുള്ള റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ക്ഷേത്രവും അതിനോട് ചേർന്ന് പച്ച വിരിച്ച പാടവരമ്പുകളും കാണാം. ഈ പാടത്തിന്റെ അങ്ങേക്കരയിലാണ് വരിക്കാശ്ശേരി മനയിലേക്കുള്ള പ്രധാന കവാടം. പ്രധാന കവാടത്തിന്റെ ഇടതുവശത്ത് തന്നെ സന്ദർശകർക്കുള്ള പാസ് എടുക്കാൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. വെട്ടുകല്ലിലും കുമ്മായക്കൂട്ടിലും നിർമ്മിച്ച് ചുമർ തേക്കുക പോലും ചെയ്യാതെ തനിമ നിലനിർത്തിയാണ് ഈ മന ഇത്രയും മനോഹരമാക്കിയിരിക്കുന്നത്. പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഈ മാവും ഈ തിരുമുറ്റത്തിന്റെ അഴക് വർദ്ധിപ്പിക്കുകയാണ്. മനയുടെ ഇടതുവശത്തായി ആർച്ചുകൾ കൊണ്ട് ഉടയാടയിട്ട് 3 നിലകളിലായി നിൽക്കുന്നത് അതൊരു കൊട്ടാരമല്ല, വരിക്കാശ്ശേരി മനയുടെ പത്തായപ്പുരയാണ്. കോഴിക്കോട് സാമൂതിരിയോട് കൂറ് പുലർത്തിയിരുന്ന ഒരു കുടുംബമായിരുന്നു വരിക്കാശ്ശേരി മനക്കാർ. മലയാള സിനിമയുടെ തറവാടെന്നാണ് വരിക്കാശ്ശേരി മന അറിയപ്പെടുന്നത്. ആയിരത്തി 1987 പുറത്തിറങ്ങിയ, മോഹൻ സംവിധാനം ചെയ്ത് നെടുമുടി വേണു, പല്ലവി ജോഷി, ഇന്നസെന്റ്, തിലകൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ തീർത്ഥം എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു വരിക്കാശ്ശേരി മനയിലെ ആദ്യ ഷൂട്ടിംഗ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം IV ശശി സംവിധാനം ചെയ്ത ദേവാസുരം എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠന്റെ തറവാടായ മംഗലശ്ശേരിയാണ് ഈ മനയെ സിനിമാ ലോകത്ത് പ്രശസ്തമാക്കിയത്. പിന്നീട് അങ്ങോട്ട് മലയാള സിനിമാ ചിത്രീകരണം വള്ളുവനാട് കേന്ദ്രീകരിച്ച് ആറാം തമ്പുരാൻ, നരസിംഹം, ചന്ദ്രോത്സവം, രാവണപ്രഭു, രാപ്പകൽ, വല്യേട്ടൻ, ബസ് കണ്ടക്ടർ, ദ്രോണ, മാടമ്പി, സിംഹാസനം, മിസ്റ്റർ ഫ്രോഡ്, ആറാട്ട് തുടങ്ങി നിരവധി ചിത്രങ്ങൾക്ക് ലൊക്കേഷനായി ഈ വരിക്കാശ്ശേരി മന. ഇപ്പോൾ ഏകദേശം 150-ൽ പരം സിനിമകളും നിരവധി ആൽബങ്ങളും ഇവിടെ വെച്ച് ചിത്രീകരണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കോഴിക്കോട് സാമൂതിരി സമ്മാനമായി നൽകിയ സ്ഥലത്താണ് ഈ വരിക്കാശ്ശേരി മന പണിതിരിക്കുന്നത്. ആറ് ഏക്കർ സ്ഥലത്ത് ഏകദേശം 300 വർഷത്തോളം പഴക്കമുണ്ട് ഈ മനയ്ക്കെന്നാണ് കണക്കുകളൊക്കെ പറയുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാതിലുകളും മറ്റുമൊക്കെ കാണുമ്പോൾ കാലഘട്ടത്തിന്റെ തച്ചന്മാരെ സ്മരിച്ചു പോവുകയാണ്. കേരളീയ വാസ്തുവിദ്യാപ്രകാരം നിർമ്മിച്ച 2 പത്തായപ്പുരകൾ, കുളം, വിശാലമായ റൂമുകൾ, പടിപ്പുര മാളിക, പൂമുഖം ഇവയെല്ലാം ഇന്നും ഒരു കേടുപാടും കൂടാതെ തന്നെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. വിശാലമായ മുറികളും നടുമുറ്റവും അകത്തളങ്ങളും കൊത്തുപണികളോട് കൂടിയ മരത്തൂണുകളും ചുമർ ചിത്രങ്ങളും എല്ലാം കാണേണ്ട കാഴ്ച തന്നെയാണ്.
ഈ മനയുടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് രാജകീയ പ്രൗഢിയാർന്ന 3 നിലകളോടുകൂടിയ നാലുകെട്ട് തന്നെയാണ്. നാലുകെട്ടിന്റെ നടുമുറ്റവും തുളസിത്തറയും രാജകൊട്ടാരത്തിലെ അകത്തളം പോലെ മനോഹരമായ ഉരുളൻ കാലുകൾ, ദൂരസ്ഥലങ്ങളിൽ നിന്നും വരിക്കാശ്ശേരി മന കാണാൻ വരുന്നവർക്ക് ഒറ്റപ്പാലം, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനുകളെ ആശ്രയിക്കാം. ഇവിടെ നിന്നും ബസ് മാർഗം മണിശ്ശേരിയിലെത്താം. മണിശ്ശേരിയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ മനോഹരമായ ഈ വരിക്കാശ്ശേരി മനയിലെത്താം. മനോഹരമായ വെട്ടുകല്ലുകളാൽ പടുത്തുയർത്തിയ അടുക്കള കിണർ, അടുക്കള വാതിലിൽ നിന്നും പുറത്തേക്ക് നോക്കിയാൽ വിശാലമായ പാടവും നമുക്ക് കാണാം. ഇത് പത്തായപ്പുരയുടെ 1-ാം നിലയുടെ വരാന്തയാണ്. ഈ വരാന്തയുടെ മനോഹാരിത തീർത്തും ആരെയും ആകർഷിപ്പിക്കുന്നതാണ്. മനയുടെ നടത്തിപ്പും സംരക്ഷണവും ഒക്കെ ഇപ്പോൾ ഒരു ട്രസ്റ്റിന് കീഴിലാണ് നടക്കുന്നത്. ഈ ട്രസ്റ്റിൽ വരിക്കാശ്ശേരി മന കുടുംബക്കാർക്ക് നിശ്ചിത സ്ഥാനവും പങ്കാളിത്തവും നൽകി വരുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടെ പ്രവേശനമുള്ളത്. പ്രവേശന ഫീസ് ഒരാൾക്ക് 30 രൂപ എന്ന നിരക്കിലാണ് ഈടാക്കുകയും ചെയ്യുന്നത്. എന്നാൽ സിനിമാ ഷൂട്ടിംഗ് ഉള്ള ദിവസങ്ങളിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതുമല്ല. ഇന്നീ കാണുന്ന രീതിയിൽ ഈ മന പുതുക്കി പണിതിട്ട് ഏകദേശം 150 വർഷത്തോളമായി എന്നാണ് കണക്കുകൾ പറയപ്പെടുന്നത്. ഈ വരിക്കാശ്ശേരി മനയിലെ നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും ഒറ്റപ്പാലത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി താമസിക്കുന്നുണ്ട്. വലിയൊരു തറവാട്ട് പേരാണ് ഈ വരിക്കാശ്ശേരി മന എന്നുള്ളത്. മണിശ്ശേരിയിലെ ഈ മനയിലൂടെയാണ് ഈ വരിക്കാശ്ശേരി മന എന്ന ഈ പേര് തന്നെ പ്രശസ്തമായതും. വരിക്കാശ്ശേരി മനയുടെ മനോഹരങ്ങളായ കാഴ്ചകൾ ആനയില്ലാതെ എങ്ങനെ പൂർത്തിയാവും? പത്തായപ്പുരയുടെ പുറകുവശത്തായിട്ടാണ് ഗജരാജാവിന്റെ സ്ഥാനവും. മംഗലശ്ശേരി നീലകണ്ഠൻ ആടിത്തിമിർത്ത മംഗലശ്ശേരി തറവാട്. അതെ, മലയാളികൾക്ക് എന്നും വരിക്കാശ്ശേരി മന എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് മംഗലശ്ശേരി നീലകണ്ഠനെയും ഭാനുമതിയെയും അപ്പമാഷിനെയും ഒക്കെയാണ്. ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ നിറഞ്ഞാടും ഈ പൂമുഖത്തും അകത്തളങ്ങളിലും. സന്തോഷത്തിന്റെയും നൊമ്പരത്തിന്റെയും നിമിഷങ്ങൾ മലയാള സിനിമാസ്വാദകർക്ക് സമ്മാനിക്കാൻ വരിക്കാശ്ശേരി മന പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്നുണ്ട്.